റോബോട്ട് കുഞ്ഞൻ ഇവിടെ വരുന്നുണ്ട്. നിങ്ങളെ മോനെ സുഖമല്ലേ ചിരിക്കണൊക്കെ കണ്ടിട്ടാണ് നോക്കിയിട്ട്. പിന്നീട് പുളി ഇരിക്കുന്നു. പുളി കഴിച്ച് നോക്കിയപ്പോൾ നല്ല മധുരമാണ്. പുളിയല്ല പുളിക്ക്, ചൈനയിലത്തെ പുളിക്ക് പുളിയല്ല കേട്ടോ, മധുരമാണ്. ചോങ്സിങ്ങിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവം, ലിഫ്റ്റിൽ കയറാനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ചോങ്സിങ്ങിലാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ട്രെയിനിൽ ചോങ്സിങ്ങിലോട്ട് വന്ന വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചോങ്സിങ്ങിലാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോങ്സിങ്ങിലെ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് ഹോട്ട് പോട്ടാണ് വരുന്നത്. ഹോട്ട് പോട്ട് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. അതായത് ചൈനയിലെ ഒരു സ്പെഷ്യൽ ഫുഡ് ആണ് ഹോട്ട് പോട്ട്. ഒരു തരം മീലാണ് ഹോട്ട് പോട്ട് വരുന്നത്. അതായത് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതിങ്ങനെ വേവുന്നുണ്ടാവും. അതിലോട്ട് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കഴിക്കുന്നതാണ് ഹോട്ട് പോട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചോങ്സിങ്ങിലാണുള്ളത്. നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മൾ നേരെ ആ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. ഇവിടുത്തെ ഒരു ഫേമസ് ഹോട്ട് പോട്ട് റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ചോങ്സിങ്ങിൽ തന്നെ ഏകദേശം 50,000 കൂടുതൽ ഈ ചോങ്സിങ് സിറ്റിയിൽ തന്നെ ഏകദേശം 50,000 വൂ വാൻ ദോ എന്നാണ് ഇവർ പറയുന്നത്. 50,000 കൂടുതൽ ഹോട്ട് പോട്ടിൻ്റെ ഷോപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഫേമസ് സ്ഥാനത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെ, ഇപ്പോൾ നമ്മൾ റോട്ടിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇത് ബേസ്മെൻ്റ് ആണ്, പക്ഷെ അല്ല ഗൈസ്, ഇതാണ് ചോങ്സിങ്ങിൻ്റെ പ്രശ്നം. ഇവിടേക്ക് നോക്കൂ, താഴത്തേക്ക് വീണ്ടും കുറേ സ്ഥലങ്ങൾ, അപ്പുറത്ത് കൂടെ വേറെ റോഡ് പോകുന്നു. ചോങ്സിങ് സത്യം പറഞ്ഞ ഒരു മെയ്സാണ്. നമ്മൾ സ്ഥലം തെറ്റിക്കഴിഞ്ഞാൽ പെട്ടതാണ് ഇവിടെ മൊത്തം. അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മളൊരു ബേസ്മെൻ്റ് ആണെന്ന് വിചാരിക്കും. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് ഫ്ലോർ. കാരണം ഈ ബേസ്മെൻറ്റ് വരുന്നത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു 20ാമത്തെ നില 30ാമത്തെ നില എന്തെങ്കിലും ആയിരിക്കും ഈ ഒരു സംഭവം വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് വേറെ കണക്ട് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് വേറെ ബിൽഡിങ്. ചോങ്സിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് സ്ഥലം കണ്ടുപിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ സുന്ദരികളൊക്കെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഒന്ന് കണ്ടുപിടിച്ചേക്കാം. നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവിടെ നിന്ന് റോട്ടിൽ നിന്ന് മാറിയിട്ട് താഴത്തേക്ക് ഒരു റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്. അവിടെ പൊറോട്ട അടിക്കണ പോലെ എന്തോ സംഭവം കാണുന്നുണ്ട് കേട്ടോ. ചോങ്സിങ്ങിൻ്റെ വേറൊരു സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ആണ്. നമ്മളെന്തായാലും ചോങ്സിങ്ങിൽ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് പോട്ട് കഴിക്കാൻ പോലാണ്. ഏത് വഴിയിലും ആൾക്കാർ ഹോട്ട് പോട്ടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. നമ്മളിപ്പോൾ ആ റോഡിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി ഇതിൻ്റെ താഴെയാണ് നമ്മൾ ഉദ്ദേശിച്ച റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ആ മുകളിലത്തെ റോഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തോട്ട് വന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ കുറേ ഹോട്ട് പോട്ടിൻ്റെ കടകളുണ്ട്. ഇവിടെ മൊത്തം ഹോട്ട് പോട്ട് തന്നെ. ഇതൊക്കെ ഹോട്ട് പോട്ടാണ്. ഹൂഗോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ സൈഡിലോട്ടും ഫുള്ള് ഹോട്ട് പോട്ടാണ്. നമ്മൾ ദോയിൻ എന്ന് പറഞ്ഞ ചൈനീസ് ടിക്ടോക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടുപിടിച്ചതാണ് ഒരു സ്പെഷ്യൽ ഹോട്ട് പോട്ടിൻ്റെ കട. നമുക്ക് അവിടെ പോയി നോക്കാം. ഇവിടെയൊക്കെ ഹോട്ട് പോട്ടിൻ്റെ സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് അവരുടെ മിക്സ് വരുന്നത്, ആ എരിവുള്ള സംഭവം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്ന ഹോട്ട് പോട്ടിൻ്റെ കടയുടെ സ്ഥലം വരുന്നത്. ഒരു ആൻറ്റീക്ക് രീതിക്കാണ് ഈ സംഭവം വരുന്നത്. ഈ ചോങ്സിങ് എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഒരു മലയാണ് സംഭവം വരുന്നത്. ആ മലേനെ അവർ ഫുൾ കട്ട് ചെയ്ത് ഇതാക്കിയിട്ട് അതിൽ ഓരോ ബിൽഡിംഗ് ആക്കി വെച്ചിട്ടാണ് സംഭവം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഓരോരോ ഫ്ലോറിൽ, ചിലപ്പോൾ ഈ ബിൽഡിംഗ് ഉള്ളത് 20th ഫ്ലോർ ആയിരിക്കും. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഗ്രൗണ്ട് ഫ്ലോർ ആയി. ഇനി ഇതിൻ്റെ താഴത്തേക്ക് ഇതിന് വേറെ ബേസ്മെൻറ്റ് ഉണ്ടാവും. അങ്ങനത്തെ ഒരുമാതിരി സ്ഥലമാണ് ഇട്ടത് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചൈന പോസ്റ്റിൻ്റെ ഒരു സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഫുഡ് സൈക്കിൾ. പിന്നെ ഇവിടേക്ക് ഒരു ബൈക്കിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫുൾ ആൻറ്റീക്കായിട്ടുള്ള രീതിക്കാണ് സംഭവങ്ങളൊക്കെ വെച്ചേക്കുന്നത്. സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ചായയും മദ്യത്തിൻ്റെയൊക്കെ സംഭവങ്ങളാണ് വെച്ചേക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 2020, 2019, 2018 എല്ലാ സമയത്തും ഇവർക്ക് ഫുൾ അവാർഡ് സംഭവങ്ങളൊക്കെ കിട്ടിയതിൻ്റെതൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഫുൾ സ്ഥലമാണ് കേട്ടോ. ഇത് നല്ല ആൻറ്റിക് രീതിക്കാണ് മൊത്തം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, ഹോട്ട് പോട്ടിൻ്റെ സംഭവങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മളെന്തായാലും ഈ ഡോയിനിലാണ് നമ്മളും ഓർഡർ ചെയ്തേക്കുന്നത്. നമുക്ക് ഓഫറിൽ സംഭവം കിട്ടും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഫുൾ തിരക്കാണ് കേട്ടോ. സമയം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 5 മണി എന്തോ ആയിട്ടുള്ളൂ. 5:30 ആയിട്ടുള്ളൂ. വൈകുന്നേരം 5:30 ആയിട്ടുള്ളൂ. 5:30ക്കാണ് ഈ തിരക്ക്. രാത്രി ആയിക്കഴിഞ്ഞാൽ വീണ്ടും തിരക്ക് കൂടുതൽ. ഇവിടെ ഫുള്ള് ആൾക്കാർ. ഇവിടെ പിന്നെ സെർവ് ചെയ്യണത് മൊത്തം നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഫുള്ള് റോബോട്ടാണ് സെർവ് ചെയ്യുന്നത്. ഇവിടെ റോബോട്ട് ഫുള്ള് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. വീട്ടിലുള്ള ഫുഡുണ്ട്. ഇവിടെ വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടാക്കുന്നുണ്ട്. റോബോട്ട് മറിഞ്ഞിട്ട് അങ്ങനെ സൂപ്പർ സ്ഥലം. അപ്പോൾ നമ്മൾ ഹോട്ട് പോട്ടിനുള്ള ആ മിക്സിന് വേണ്ടിയിട്ട് സംഭവം ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് സ്പ്രിങ് ഒനിയനും നമ്മൾ തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു സാധനം ഉണ്ടാക്കണമല്ലോ, അത് കൂട്ടിയിട്ടാണല്ലോ നമ്മളിത് കഴിക്കാതെ. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചോങ്സിങ്ങിൻ്റെ സ്പെഷ്യൽ സ്പൈസി ആയിട്ടുള്ള സാധനം. ഇത് തീ പാറും എന്തായാലും. അപ്പോൾ ഇത് നമ്മൾ ആദ്യം എടുക്കണം. പിന്നെ നമ്മൾ ഇത് ഗാർലിക്കിൻ്റെ സംഭവമാണ് വരുന്നത്. ഇത് എരിവിൻ്റെ സംഭവം, പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ, പിന്നെ ഇവിടെ എന്തോ വിനീഗർ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ മൊത്തം റൈസാണ് വരുന്നത്. പക്ഷേ പീനട്ട് ബട്ടർ ഇല്ല ഇവിടെ. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അവിടെ ഫുഡ് ഏകദേശം വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അമ്മച്ചിമാർ ഫുഡൊക്കെ വന്നിട്ട് അവിടെ ലൈവ് വീഡിയോ ഒക്കെ സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അവർ മറ്റേ ബിയറൊക്കെ വെച്ച് ചിയേഴ്സൊക്കെ പറഞ്ഞിട്ട് അവിടെ ഫുൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹോട്ട് പോട്ടിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ കുറച്ച് റൈസ് എടുത്തിട്ടുണ്ട്. എരിവ് കൂടിയ സാധനമാണെങ്കിൽ ഇങ്ങനെ റൈസ് കുറച്ച് കഴിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. പിന്നെ ഇതാണ് നമ്മുടെ മിക്സ് ഉണ്ടാക്കിയത്. പിന്നെ അപ്പുറത്തേക്ക് ഇതാണ് നമ്മുടെ എരിവുള്ള സാധനം. അതിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തേക്കാണ്. എരിവുള്ള സാധനം തിളച്ചുകൊണ്ടിരിക്കും. അപ്പുറത്ത് ടൊമാറ്റോ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് വെച്ചേക്കുന്നത്. ഇത് വെജിറ്റബിൾസിൻ്റെ ഒരു ഇതാണ് വരുന്നത്. മൊത്തം നമ്മൾ 18 ഡിഷസാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ജോയിൻ വഴിയാണ് ഓർഡർ ചെയ്തേക്കുന്നത് മൊത്തം. അപ്പോൾ ഇത് നമ്മുടെ കുമ്പളങ്ങ, പിന്നെ ഇത് എന്തോ സാധനം, ഇത് തോപ്പിൻ്റെ എന്തോ സാധനം, ഇത് സ്പ്രൗട്ട്സ് ആണ് വരുന്നത്, ഇത് മത്തങ്ങ, പിന്നെ ലെറ്റ്യൂസ് ഉണ്ട്, പിന്നെ ഇത് സീവീഡിൻ്റെ എന്തോ സാധനം, മഷ്റൂം ഉണ്ട്, ഡക്ക് ബ്ലഡ് ഉണ്ട്, പിന്നെ ഇവിടേക്ക് വന്ന സോസേജ് എന്തോ ഉണ്ട്, ഇത് പിന്നെ നമ്മുടെ മീറ്റ് തന്നെ അരച്ചിട്ടുള്ള എന്തോ സംഭവം, ഇത് വേറെ എന്തോ മീറ്റിൻ്റെ ഐറ്റം, പിന്നെ ഇത് സീ ഫുഡിൻ്റെ എന്തോ ഐറ്റമാണ്, കാടമുട്ട ഉണ്ട് അവിടെ, പിന്നെ ഇത് ഇൻഡസ്റ്റൈനാണ് വരുന്നത്, ഇത് ബീഫാണ് വരുന്നത്, പിന്നെ അപ്പുറത്ത് സോസേജിൻ്റെ എന്തോ ഐറ്റം, വേറെ എന്തോ ഒരു മീറ്റിൻ്റെ ഐറ്റം. ഇതാണ് മൊത്തം നമുക്ക് വരുന്നത്. ഇപ്പം നമ്മളൊപ്പം ഫുഡ് കഴിക്കാനുള്ളത് എസാന്തി ഉണ്ട്. ഫുഡ് കഴിക്കുക. എസാന്തി, വിൽ യു ഫിനിഷ് ഓൾ ദിസ്? യെസ്. ജായോ. അപ്പോൾ ഇവിടെയും കുറേ ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കണത് നമുക്ക് സെറ്റ് ചെയ്യാം. സാധനം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ റെഡി ആവില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നമുക്ക് ഇട്ട് തരികയാണ് കേട്ടോ. ഇവിടുത്തെ വെയിറ്റർ പയ്യൻ നമുക്ക് ഇട്ട് തരികയാണ്. നമുക്ക് ചോങ്ചിങ്ങിലെ സ്പെഷ്യൽ എരിവ് കൂടി ഹോട്ട് പോട്ട് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. വെച്ചതിന് ശേഷം ഇതൊരു സോസേജാണ്, പിന്നെ മഷ്റൂംസ് ഉണ്ട്, റാഡിഷ് ഉണ്ട്, പിന്നെ പോർക്കിൻ്റെ ബെല്ലി ഉണ്ട്, ലിവർ ഉണ്ട്, പിന്നെ ഡക്ക് ബ്ലഡ് ഉണ്ട്, ഡക്ക് ബ്ലഡ് ക്യൂബ്സ് ഉണ്ട്. നമുക്ക് ആദ്യം ഒരു പോർക്ക് ബെല്ലി കഴിച്ച് നോക്കാം. പൊളി കാണാം, പൊളി, നല്ല എരിവുണ്ട്. പക്ഷേ ഇത് സോസേജ് സൂപ്പർ. ഇത് മഷ്റൂമാണ് കേട്ടോ. ഇത് തക്കാളിയിലിട്ട് വേവിച്ച മഷ്റൂമാണ്. അപ്പോൾ ഇത് എരിവ് കുറവായിരുന്നു. നല്ല തക്കാളീൻ്റെ ഫ്ലേവർ വരും. നമ്മൾ ഇവിടെ സീവീഡ് നമ്മളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ച് നോക്കാം. കഴിച്ചോ? സൂപ്പർ. ചൈനയിൽ വരികയാണെങ്കിൽ അതെ വലിയ ചൈനയിൽ വരുമ്പോൾ നിങ്ങളെല്ലാവരും ഹോട്ട് പോട്ട് ട്രൈ ചെയ്യണം കേട്ടോ. കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും സമയമൊക്കെ എടുക്കുമെങ്കിലും പക്ഷേ ഇത് സൂപ്പർ സാധനമാണ്. നമ്മൾ വിചാരിച്ചു പീനട്ട് ബട്ടർ ഇട്ടില്ലെങ്കിൽ ഈ മിക്സ് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ സാധനം. ഇത് എന്തോ സ്കിന്നെന്തോ സംഭവം കേട്ടോ. ബോട്ടി എന്നൊക്കെ പറയൂലേ, അത് ഇൻഡസ്റ്റൈന്. അതാണ് നമ്മൾ നേരത്തെ കഴിച്ചത്. നമ്മൾ നാട്ടിൽ കൊള്ളി ബോട്ടിങ് കഴിക്കണ പോലെ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിലാണ് സംഭവം വന്നേക്കുന്നത്. ഇതെന്തോ സ്കിന്നെന്തോ ഞാനെന്തോ ഒരു മീറ്റാണ്. കഴിച്ചു നോക്കാം. ചൈന വന്ന പിന്നെ നമ്മളെല്ലാം കഴിക്കണമല്ലോ. എപ്പടി ഇതും കഴിച്ചു നോക്കാം. സൂപ്പർ. പിന്നെ കുറച്ച് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് റൈസ്. അയ്യോ അത് ലിവറായിരുന്നു. ബ്രോ ഇറ്റ് വാസ് ലിവർ. എനിക്ക് ലിവർ അധികം ഇഷ്ടമല്ല ഗൈസ്. That slice one was liver. It was not skin. I got the taste of the thing. നമുക്കിട്ട് ടേസ്റ്റ് അധികം ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് മസാല കണ്ടെടുത്തിട്ട് പൈസ ഒക്കെ എടുത്തിട്ടാണ് വയലിട്ടാൽ മതി. അതുകൊണ്ട് കുറച്ച് റൈസ് കൊടുത്ത് കഴിക്കാം. അപ്പോൾ എല്ലാം ന്യൂട്രലാവും. അപ്പോൾ എല്ലാം സെറ്റാവും. നമ്മൾ ഇഷ്ടമല്ലാത്ത സാധനം ഉണ്ടെങ്കിൽ അങ്ങനെ കഴിച്ചാൽ മതി കേട്ടോ. നമുക്കടുത്ത് എന്താ കഴിക്കാം, നാട്ടിൽ കിട്ടാത്തൊരു സംഭവം. അയ്യോ പോയോ. ഇതാണ് ഡക്ക് ബ്ലഡ്. ഡക്ക് ബ്ലഡാണിത്. ബ്ലഡ് ക്യൂബ്സിനെ നമ്മൾ വേവിച്ചിട്ട് കഴിക്കുന്നത്. സൂപ്പർ. നമ്മളിനി അടുത്ത സെറ്റ് ഓഫ് ഫുഡ് ഐറ്റംസ് എടുത്തേക്കാണ്. നമ്മുടെ കയ്യിൽ മൊത്തം 18 ഡിഷസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ എടുത്തേക്കുന്നത് പ്രോൺസിൻ്റെയാണ്. പ്രോൺസിനെ അരച്ചിട്ട് അത് നമ്മൾ വേവിച്ചിട്ടുള്ള സംഭവമാണ് ഇട്ടത്. ഇനി ഇതിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇടാം. നമ്മുടെ മിക്സിയിലൊക്കെ ഇട്ട്
കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. കാടമുട്ട കാടമുട്ട ഭയങ്കര കോമൺ അവിടെ. ഹോട്ട് പോട്ടിൽ നിന്നൊക്കെ തലയ്ക്ക് തെറിക്കുന്നത്. ഇത് നമ്മുടെ തോഫ് പോലത്തെ ഒരു സംഭവം ഉണ്ടോ, നമ്മൾ സ്പൈസിലൊക്കെ ഇട്ട സാധനത്തിനെ ഞങ്ങൾ അവർ പറയുന്ന ചൈനീസൊക്കെ നമുക്ക് മനസ്സിലാവുണ്ടോയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇനി ഈ സംഭവം ഒന്ന് കഴിച്ച് നോക്കാം. തോപ്പ് പോലത്തെ ഒരു ഐറ്റമാണ് കേട്ടോ അത്. നമുക്ക് ഇതെന്തോ ഒരു ജൗസിൻ്റെ ഐറ്റമാണ്. അങ്ങനെ നോക്കി വെച്ച് നോക്കാം. ഫുഡിൻ്റെ ഒന്നും കറക്റ്റ് പേരറിയില്ല, പക്ഷേ എല്ലാം കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റുണ്ട്. ഉള്ളിൽ മീറ്റൊക്കെ ആക്കിയിട്ടുള്ള ഒരു ജൗസിൻ്റെ ഐറ്റം. എന്നാ കഴിച്ചിട്ട് ലോട്ടസ് ചം ചോക്കാം. ഇതൊക്കെ സൂപ്പർ സാധനം കേട്ടോ, ആരോഗ്യത്തിന് നല്ലതാണ്, എല്ലാവരും കഴിക്കണം. അങ്ങനെ നമ്മുടെ ഫുഡ് മൊത്തം കഴിച്ച് കഴിഞ്ഞാണ്. ഇത് ഇവിടെ ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ ഇവിടെ, ഇപ്പോഴും നല്ല ക്രൗഡ് ഉണ്ട്. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 1.5 hour എടുത്തിട്ടൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. മെല്ലെയാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഫുഡ് വലിയ കുഴപ്പമില്ല, നല്ല എരിവുണ്ടായിരുന്നു, സെറ്റാണ്. നമ്മുടെ റോബോട്ട് കുഞ്ഞാൻ ഇവിടെ വരുന്നുണ്ട്. നല്ല മോനെ സുഖമല്ലേ, ചിരിക്കണൊക്കെ കേട്ടോ നോക്കിയിട്ട്. ഫുള്ള് റോബോട്ടാണ് ഇവിടെ സെർവ് ചെയ്യുന്നത് മൊത്തം. അപ്പം നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ എന്തോ ഒരു ഫ്രൂട്ട് ഇരിക്കുന്നുണ്ട്, പിന്നെ പുളി ഇരിക്കുന്നു. ചാങ്ങി ചാങ് മാ ചാങ്ങി ചാങ് നമുക്കൊരു ചെറിയൊരു പുളി കഴിച്ച് നോക്കാം. യുനാൻ നമുക്ക് പുളിയൊന്ന് കഴിച്ച് നോക്കാം. നമ്മൾ പുളി കഴിച്ച് നോക്കിയപ്പോൾ നല്ല മധുരമാണ്. പുളിയല്ല പുളിക്ക്, ചൈനയിലത്തെ പുളിക്ക് പുളിയല്ല കേട്ടോ, മധുരമാണ്. ചോങ്സിങ്ങിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവം, ലിഫ്റ്റിൽ കയറാനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. അതായത് ഇത്രയും മുകളിലേക്ക് ഒരു 30 നിലയും 40 നിലയും സ്റ്റെപ്പ് കയറാനായിട്ട് നല്ലത് ഒരു യുവാൻ കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാം. ഇത് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ മുകളിലെത്താനായിട്ട്. ഇത് ചോങ്സിങ്ങിൽ മാത്രം കണ്ടുവരുന്നതാണ് കേട്ടോ. കാരണം ചോങ്സിങ്ങിലാണ് ഇമാതിരി ഒരു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിക്കാണ് ഇവിടെ ഫുൾ കൺസ്ട്രക്ഷൻസ് ഇവർ നടത്തി വെച്ചേക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണെന്ന് വിചാരിക്കും, ശരിക്കും നമ്മളുണ്ടാവുക ഒരു 20th ഫ്ലോറോ 10th ഫ്ലോറിലൊക്കെ ആയിരിക്കും. അതാണ് ചോങ്സിങ്. പിള്ളേരൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുന്നുണ്ട്. ഈ ലിഫ്റ്റ് സംഭവങ്ങളൊക്കെ എടുക്കാനായിട്ട് പിള്ളേർക്കൊക്കെ ഫുള്ള് ഫ്രീയാണ്. പിള്ളേർക്കും അതായത് സ്കൂൾ സ്റ്റുഡൻസിനും സ്റ്റുഡൻറ്റ് ID കാർഡ് കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ മറ്റേ ഓൾഡ് ആൾക്കാർക്കും ഫ്രീ ആണിത്. പിള്ളേർ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. ചോങ്സിങ്ങിൽ ഒരു സ്കൂളാണ് കേട്ടോ. പിള്ളേർ ക്ലാസ് കഴിഞ്ഞ് വരുന്നത്. രാത്രി ഏകദേശം സമയം 7:30 ആയിട്ടുണ്ട്. ഇവിടെ ക്ലാസ് തുടങ്ങാൻ രാവിലെ 8 മണിക്ക്. സ്റ്റുഡൻസിനൊക്കെ 8 മണി തൊട്ട് വൈകുന്നേരം ഒരു 7:30 വരെയൊക്കെ ക്ലാസ് ഉണ്ട് ഇവിടെ. നോക്കൂ ഗൈസ്, സിഗ്നൽ ഫോളോ ചെയ്യുന്ന എല്ലാവരും. പറയുമ്പോൾ ഇതൊരു ചെറിയ റോഡാണിത്. ഒരു ലൈൻ അങ്ങോട്ടും ഒരു ലൈൻ ഇങ്ങോട്ടുള്ള ചെറിയ റോഡാണ്. എന്നാലും ആരും റോഡ് മുറിച്ച് കിടക്കില്ല. കറക്റ്റ് സിഗ്നൽ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളൊരു ടാക്സി എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹോസ്റ്റലിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് പോകുമ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള എല്ലാ ബിൽഡിങ്ങുകളും. കാരണം ചോങ്സിങ് ഒരു മെയ്സാണ്. നമ്മൾ ഒരു വഴി തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കിടന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ റീൽ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ചോങ്സിങ്ങിനൊക്കെ പറ്റിയിട്ട്. ചോങ്സിങ് സത്യത്തിലൊരു മെയ്സാണ്. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല വഴികളൊന്നും. നമ്മൾ വിചാരിക്കും നമ്മൾ പ്രോപ്പർ സ്ഥലത്ത് എത്തിയെന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാലാണ് മനസ്സിലാവുള്ളൂ നമ്മളത് വേറൊരു ഫ്ലോറിലാണ് നിൽക്കുന്നത് എന്നൊക്കെ.
അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു ക്യാരക്ടർ എഴുതിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതാണ് ലീ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ആ മുകളിൽ കണ്ടോ, മുകളിൽ വട്ടത്തിലുള്ളത് അതാണ് ലീ. അപ്പോൾ ആ ക്യാരക്ടറാണ് നമ്മുടെ പേരും വരുന്നത് കേട്ടോ. ലീത്തോങ്ങിൻ്റെ ലീ ആണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങാന്ന് വേണമെങ്കിൽ നമുക്കൊരു തള്ളാം. എങ്ങനെയുണ്ട് എപ്പടി. അങ്ങനെ കഴിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ ഹോസ്റ്റലിലോട്ട് എത്തിയേക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ചോങ്ചിങ്ങിലെ സ്പെഷ്യൽ ഹോട്ട് പോട്ടൊക്കെ കഴിച്ച് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേ നമ്മുടെ ബാക്കിൽ ഫുള്ള് ഹോസ്റ്റലിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാട്ടോ. ഒന്ന് ഹോസ്റ്റൽ എടുത്തേക്കണ ഒരു ദിവസത്തിന് ആകെ 35 RMB അങ്ങോട്ട് ആയിട്ടുള്ളൂ. നാട്ടിലത്തെ 400 രൂപ 500 രൂപ അടുപ്പിച്ചിട്ട് അങ്ങോട്ടാണ് ആയിട്ടുള്ളൂ. മൊത്തം 2 ദിവസത്തേക്ക് അയക്കണത് ഏകദേശം ഒരു 1000 INR ഉള്ളിലാണ് 2 ദിവസത്തേക്ക് ആയിട്ടുള്ളൂ. പക്ഷേ സെറ്റ് വ്യൂവും നല്ല ക്ലീൻ ആയിട്ടുള്ള സൂപ്പർ ഹോസ്റ്റൽ. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ബൈ ബൈ.